അവൾ അറിയാതെ അടിച്ചു മാറ്റി തന്റെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കമ്മൽ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ അവനാകെ ഷോക്കായിപ്പോയി. കഥ തുടങ്ങുന്നത് ഇങ്ങനെ. അനുപ്രിയക്ക് ഭർത്താവായ പവിത്രനോട് കുറേയധികം പരാതികളുണ്ട്. കല്യാണം കഴിഞ്ഞ് 2.5 വർഷമായിട്ടും ഇതുവരെ ട്രിപ്പിന് കൊണ്ടുപോകാത്തതും പണയം വെച്ച അമ്മൂമ്മയുടെ കമ്മൽ തിരിച്ചു തരാത്തതുമാണ് മെയിൻ പരാതികൾ. അങ്ങനെ ഇവരുടെ ഇടനിലക്കാരനായ ശിവകുമാറിന്റെ നിർദ്ദേശപ്രകാരം കമ്മലിന്റെ ഡ്യൂപ്ലിക്കേറ്റായ ഒരു മുക്കുപണ്ടം സ്വർണ്ണമാണെന്ന് പറഞ്ഞ് അവളെ ഏൽപ്പിക്കുന്നു. തൽക്കാലം സാറ്റിസ്ഫൈഡ് ആയ അവളെ ട്രിപ്പ് പതിയെ പോകാമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു. അപ്പോഴാണ് അവളുടെ അനിയൻ ഈ കമ്മൽ പണയം വെക്കാനായി ചോദിക്കുന്നത്. തൽക്കാലം ട്രിപ്പ് പോയി വന്ന് തരാമെന്ന് പറഞ്ഞ് അവനെ ഒതുക്കുന്നു. മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോയി അവിടെ നിന്ന് കമ്മൽ അടിച്ചു മാറ്റാനായിരുന്നു പവിത്രന്റെ പ്ലാന്. അങ്ങനെ മൂന്നാറിൽ റൂമെടുത്ത് പുറത്തേക്ക് കറങ്ങാനിറങ്ങിയപ്പോൾ പവിത്രൻ ബാത്റൂമിലേക്കെന്ന വിധത്തിൽ റൂമിൽ പോയി ആ കമ്മൽ തന്റെ ബാഗിലേക്ക് മാറ്റുന്നു. കറക്കം കഴിഞ്ഞ് റൂമിലെത്തിയ അനുപ്രിയ തന്റെ കമ്മൽ കാണാനില്ലെന്ന് പറയുകയും പവിത്രന്റെ ബാഗും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ കാഷ്വലായി തന്റെ ബാഗ് ചെക്ക് ചെയ്തപ്പോൾ കമ്മൽ അതിലില്ലെന്നറിഞ്ഞവൻ ആകെ ഷോക്കാകുന്നു.